ബഹുമാന്യനായ അധ്യക്ഷൻ, സദസ്സിലുള്ള പ്രമുഖ വ്യക്തികളെ, സുഹൃത്തുക്കളെ, CJ തോമസ് എന്ന കേരളത്തിൻ്റെ ധിക്കാരത്തെ, ധൈഷണിക ധിക്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ സന്തോഷം ആദ്യം തന്നെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം വിണ്ടുകീറിയ പരിസ്ഥിതി എന്നതാണ്. അതാവട്ടെ, ഇന്ത്യയുടെ 75 വർഷങ്ങൾ എന്ന വലിയ വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പറയേണ്ടത്. അത് വളരെ ശ്രമകരമായ ഒരു പണിയാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതിയെപ്പറ്റി പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തിൻ്റെ പരിസ്ഥിതി ചരിത്രം പറയുന്നത് പോലെ എളുപ്പമല്ല ഇന്ത്യയുടെ 75 വർഷത്തെ പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കണ്ണിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നറിയാം. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 130 കോടി ജനങ്ങൾ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന, പണിയെടുക്കുന്ന, നിരന്തരം ആ പ്രവർത്തനങ്ങൾ കൊണ്ട് പരിസ്ഥിതിയെ മാറ്റിത്തീർക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിൽ തുടങ്ങി ഏറ്റവും വലിയ സമുദ്രത്തിൽ അവസാനിക്കുന്ന, അതിനിടയിൽ അനേക ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കാടുകളും ചതുപ്പുകളും വലിയ പർവ്വതനിരകളും മഹാനദികളും തീരവും തീരക്കടലും കായലുകളും ഒക്കെ അടങ്ങുന്ന അത്യന്തം വൈചിത്ര്യം നിറഞ്ഞ ഒന്നാണ് ഇന്ത്യൻ പരിസ്ഥിതി. അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഏതെങ്കിലും ഒരു സവിശേഷ അളവുകോൽ ഉപയോഗിച്ച് ക്രോഡീകരിച്ച് സയൻസിൻ്റെ രീതിയിൽ അതിനെ പട്ടികപ്പെടുത്തി വർഗീകരിച്ച് അവസാന ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. കേരളത്തിൻ്റെ പരിസ്ഥിതിയെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതുപോലെ അല്ല ഇന്ത്യൻ പരിസ്ഥിതിയെപ്പറ്റി സംസാരിച്ചു തുടങ്ങുന്നു. പക്ഷേ നമ്മൾ ഈ ചർച്ച ആരംഭിക്കേണ്ടത് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് വേണം. പരിസ്ഥിതി പലതരത്തിൽ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ചിലരൊക്കെ അത് പ്രകൃതിയുമായി ഒത്തുപോകുന്ന, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ഉള്ളിൽ ജീവിക്കുന്ന, പ്രകൃതിയെ പരിക്കേൽപ്പിക്കാത്ത, പരിക്കേൽപ്പിക്കണമെങ്കിൽ പ്രകൃതിയോട് അനുവാദം ചോദിക്കുന്ന, നിലം ഉഴുത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ഭൂമി പൂജ ചെയ്യേണ്ടുന്ന, മരം വെട്ടിമാറ്റണമെങ്കിൽ ആദ്യം മരത്തോട് അനുമതി ചോദിക്കേണ്ട ഒക്കെയുള്ള ഒരു ജീവിത ദർശനമായിട്ടോ ജീവിത ശൈലിയായിട്ടോ പരിസ്ഥിതിയെ കാണുന്നവരുണ്ട് ഒരു വശത്ത്. മറ്റൊരു വശത്ത് പരിസ്ഥിതി എന്നത് ആഗോളതലത്തിൽ വികസിച്ചു വന്ന വ്യവസായങ്ങളും വ്യവസായവൽക്കരണവും അതിൻ്റെ അനന്തരഫലവും ഉണ്ടാക്കുന്ന ആകുലതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പുതിയ തുറവിയായി പരിസ്ഥിതിയെ കാണുന്ന ആളുകളുണ്ട്. ആഗോള മുതലാളിത്തം വലിയ തോതിൽ വ്യവസായവൽക്കരണം നടത്തുകയും അത് വലിയ മലിനീകരണത്തിന് കാരണമായി തീരുകയും അത് മനുഷ്യരുടെ
ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുകയും കൂടുതൽ ഉപഭോഗം നടത്തുവാൻ മനുഷ്യ മനസ്സിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ഉപഭോഗം നടത്തുന്നതിലൂടെ ജീവിതം കൂടുതൽ സുഖകരമാവുകയും അങ്ങനെ സുഖകരമായ ജീവിതം നയിക്കാൻ വേണ്ടി പരമാവധി പ്രകൃതി വിഭവങ്ങൾ എടുത്തുപയോഗിക്കുകയും അങ്ങനെ ഉപയോഗിച്ച് ജീവിക്കണമെങ്കിൽ ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ പോരാ. ഇപ്പോൾ ഒരു സമ്പന്ന മുതലാളിത്ത രാജ്യത്തെ ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ലോകത്തുള്ള എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ 2.25 ഭൂമി കൂടി അധികമായി വേണം എന്ന് തിരിച്ചറിഞ്ഞിട്ട് 50 കൊല്ലമായ ഒരു കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠയും ആകുലതയും എത്രമാത്രം ഇതൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് പരിസ്ഥിതി രംഗത്ത് നടക്കേണ്ടത്, അല്ലെങ്കിൽ ആ പ്രതിരോധ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പരിസ്ഥിതി എന്ന് വിചാരിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. ഒരുപക്ഷെ വേണമെങ്കിൽ വേറെയും ചില ഉദാഹരണങ്ങളോ നിർവചനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒക്കെ പരിസ്ഥിതിക്ക് പറയാൻ പറ്റിയേക്കാം. പക്ഷെ പൊതുവിൽ എന്താണ് പരിസ്ഥിതി എന്ന് ചോദിച്ചാൽ പരിസ്ഥിതി ഒരു സമ്പദ്ഘടനയാണ് എന്നാണ് ഉത്തരം. പരിസ്ഥിതി ഒരു സമ്പദ് ശാസ്ത്രമാണ്, ഒരു സമ്പദ്ഘടനയാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രകൃതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ഉപയോഗിക്കുകയും അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയുടെ മേൽ മാരകമായ മുറിവുകൾ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നതിന് എന്തു തരത്തിലുള്ള സാമ്പത്തിക വളർച്ച ക്രമീകരണമാണ് നമ്മൾ നടത്തേണ്ടത് എന്നുമൊക്കെ തീരുമാനിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് കഴിഞ്ഞ 75 കൊല്ലം ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാണ് ഏറ്റവും ചുരുക്കി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതെങ്ങനെയാണ്, അതെന്ത് മാറ്റമുണ്ടാക്കി എന്ന് പറയാനേ നമുക്ക് കഴിയൂ. ഓരോ മേഖലയുടെയും ഓരോ പ്രദേശത്തിൻ്റെയും പാരിസ്ഥിതിക മാറ്റങ്ങളെ നമുക്ക് അതിൻ്റെ ചരിത്രത്തിൻ്റെ രീതിയിൽ വിശദീകരിച്ച് പോവുക എളുപ്പമല്ല എന്നാണ് പറയാൻ ശ്രമിച്ചത്. നമുക്ക് ഈ ചർച്ച ആരംഭിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് 1990കളിൽ പുറത്തു വന്ന പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, മലയാളത്തിൽ ലഭ്യമാണ്. പരിസ്ഥിതിയും നീതിയും എന്ന പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലയാളത്തിൽ ആ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ മാധവ ഗാഡ്ഗിലും രാമചന്ദ്ര ഗുഹയും ചേർന്നിട്ടാണ്. ആ പുസ്തകം ആരംഭിക്കുന്നത് 2 സാങ്കല്പിക ഉപഗ്രഹ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക്, വായനക്കാരുടെ മനസ്സിലേക്ക് നൽകിക്കൊണ്ടാണ്. വായനക്കാരോട് 2 സാങ്കല്പിക ഉപഗ്രഹ ചിത്രങ്ങൾ സങ്കല്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഒന്ന്, 1947 ഇന്ത്യയുടെ ഒരു ഉപഗ്രഹ ചിത്രം എടുത്തിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിക്കാൻ വായനക്കാരോട് പറയുന്നു. 2, ഇന്ന് എന്നുള്ളത് ആ പുസ്തകം എഴുതുന്നത് 90കളിലാണ്. അതുകൊണ്ട് 90കളിൽ നമ്മളത് ഇന്ന് എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ഇന്ന് ഒരു ഉപഗ്രഹ ചിത്രം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ 2 ചിത്രങ്ങളെയും നിങ്ങൾ എങ്ങനെ താരതമ്യം ചെയ്യും എന്നാണ് ചോദ്യം. ഗ്രന്ഥകർത്താക്കൾ അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: 1, തരിശായ പാറക്കെട്ടുകളും നഗരങ്ങളും 47 കുറവായിരിക്കും എന്നാണ്. എന്നാൽ കാലവർഷക്കാലത്ത് പോലും കളകളില്ലാത്ത ധാരാളം ചെറിയ തടാകങ്ങളുണ്ടായിരിക്കും. അതേസമയം ഇന്ന് കാണുന്നത് പോലെയുള്ള വിശാലമായ കൃഷിഭൂമികൾ ഉണ്ടായിരിക്കണം എന്നില്ല. വൃക്ഷങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട സ്ഥലം വളരെ കൂടുതലായിരിക്കും. വേനലിൻ്റെ ഉച്ചസ്ഥായിയിൽ പോലും പച്ചപ്പ് നിലനിർത്തുന്ന കൃഷിയിടങ്ങൾ കുറവായിരിക്കും എന്നാണ് 47. ആ ചിത്രത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയുടെ ഉപഗ്രഹ ചിത്രത്തെ സങ്കല്പിക്കാൻ ഗ്രന്ഥകർത്താക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉപഗ്രഹ ചിത്രം നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കുറ്റിച്ചെടികളും പുൽമേടുകളും ചെറിയ കാടുകളും അപ്രത്യക്ഷമാവുകയും അവയ്ക്കൊക്കെ പകരം തോട്ടങ്ങളും റോഡുകളും കെട്ടിടങ്ങളും നഗരങ്ങളും വന്നിരിക്കുന്നതായി കാണാൻ പറ്റും.
പണ്ട് ഉണ്ടായിരുന്നത് ധാരാളം നദികളായിരുന്നുവെങ്കിൽ ഇന്ന് കൂടുതൽ നദികളെ തടഞ്ഞു നിർത്തി അണക്കെട്ടുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളം തിരിച്ചുവിടുന്ന കനാലുകളോ അല്ലെങ്കിൽ വെള്ളം തുരങ്കങ്ങളിലൂടെ ഒഴുക്കി ടർബൈനുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന വലിയ അണക്കെട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതാണ്. മറ്റൊന്ന്, പണ്ട് ഉണ്ടായിരുന്ന ചതുപ്പുകൾ പലതും ഉണങ്ങിപ്പോവുകയും വെള്ളക്കെട്ടുകൾ ഇല്ലാതാവുകയും വലിയ പാടശേഖരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായി കാണുകയും ചെയ്യാം എന്ന് പറയുന്നു. അതായത് 47 മുതൽ ഇപ്പോൾ വരെയുള്ള ഇന്ത്യയുടെ ഈ ഉപഗ്രഹ ചിത്രം നമുക്ക് തരുന്ന ഒരു ദൃശ്യം കേരളത്തിൻ്റെ കാടുകൾ, ഇന്ത്യയുടെ കാടുകൾ, ഇന്ത്യയുടെ നദികൾ, ഇന്ത്യയുടെ ചതുപ്പ് പ്രദേശങ്ങൾ, ഇന്ത്യയുടെ പുൽമേടുകൾ, ഇന്ത്യയിലെ മേച്ചിൽ സ്ഥലങ്ങൾ ഒക്കെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ കാടിൻ്റെയും ജലാശയങ്ങളുടെയും തടാകങ്ങളുടെയും ചതുപ്പിൻ്റെയും പുൽമേടുകളുടെയും ഒക്കെ പാരിസ്ഥിതിക ചെലവിലാണ് കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യ വികസിച്ചു വന്നത് എന്നാണ്. അങ്ങനെ വികസിച്ചു വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആഘാതം എന്താണ് എന്ന് ചോദിച്ചാൽ, കാടില്ലാതായി എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പുഴ ഇല്ലാതായി എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ഭൂരൂപങ്ങൾക്ക് മാറ്റമുണ്ടായി എന്ന് മാത്രമല്ല, പകരം അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ പല രൂപത്തിൽ പ്രതിഫലിക്കുന്നു എന്നാണ്. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ചുറ്റുപാടുമുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമല്ല, പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. എന്തൊക്കെയാണ് ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ആ മാറ്റങ്ങൾ? ഒന്ന്, ഇതിൻ്റെ എല്ലാം ഫലമായി മത്സ്യസമ്പത്ത് കുത്തനെ കുറയുകയും അത് മത്സ്യത്തൊഴിലാളികളിൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യും. 2, പനമ്പ് നെയ്ത്തുകാർക്ക് ഈറ്റ കുറഞ്ഞു പോയതിൻ്റെ ആശങ്ക ഉണ്ടായിരിക്കും. 3, കടലാസ് ഫാക്ടറികൾ മുള കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. 4, തുണിമില്ലുകൾ പവർ കട്ടുകൾ കൊണ്ട് പീഡിതരാകുന്നുണ്ട്. 5, റോഡുകളിൽ വാഹനങ്ങൾ നിറയുന്നു. 6, വായുവിൽ വിഷപ്പുക നിറയുന്നു. 7, ജനസംഖ്യ അതിവേഗം പെരുകുന്നു. അതായത് കഴിഞ്ഞ 75 വർഷക്കാലത്തെ ഇന്ത്യയുടെ പാരിസ്ഥിതിക മാറ്റം ജനങ്ങളുടെ ജീവിതത്തെ പല രീതിയിൽ സ്വാധീനിക്കുകയും അത് പലതരത്തിലുള്ള ആശങ്കകൾ, ആകുലതകൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ ജനങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പരിസ്ഥിതി ഒരു സമ്പദ് ശാസ്ത്രമാണ് എന്ന് പറയുന്നത്. അതൊരു സമ്പദ് ഘടനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിലായി തിരിഞ്ഞിരിക്കുന്നു, ഏതൊക്കെ വിഭാഗങ്ങളിലായി ജനങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് മാത്രമേ ഇന്ത്യയുടെ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയൂ. ഇവിടെ ഗാഡ്ഗിലും ഗുഹയും പറയുന്നത് ഇന്ത്യയിൽ 3 തരം മനുഷ്യരുണ്ട് എന്നാണ്. 3 തരം മനുഷ്യരുണ്ട്. സാധാരണ നമ്മളൊക്കെ 2 തരം മനുഷ്യരെക്കുറിച്ച് പറയാറുണ്ട്, തൊഴിലാളിയും മുതലാളിയും എന്നൊക്കെ. അല്ലെങ്കിൽ പലതരം ജാതി മതങ്ങളിൽപ്പെട്ട ആളുകളെക്കുറിച്ച് പറയാറുണ്ട്, പലതരം ഭാഷകൾ സംസാരിക്കുന്നവരെ പറ്റി പറയാറുണ്ട്. പക്ഷേ ഇവരെ എല്ലാം ഉൾക്കൊള്ളുന്ന, ഈ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഈ 130 കോടി ജനങ്ങളെയും 3 തരത്തിലായി വിഭജിക്കാം എന്നാണ് ഗാഡ്ഗിലും ഗുഹയും പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1, ജീവിക്കാൻ വേണ്ടി തങ്ങൾക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന ആളുകൾ. അത് ഇന്ത്യയിൽ വലിയൊരു വിഭാഗമുണ്ട്. ഇന്ത്യയിലെ ആദിമ ജനങ്ങളാവാം, ഇന്ത്യയിലെ തീരദേശവാസികളാവാം, ഇന്ത്യയിലെ കർഷക തൊഴിലാളികളാകാം, അങ്ങനെ നിരവധി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പരിസ്ഥിതിയെയാണ് ആശ്രയിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളെ നേരിട്ടാണ് അവർ ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ, ആ ആളുകളെ ഈ ഗ്രന്ഥകർത്താക്കൾ പാരിസ്ഥിതിക ജനത, ആവാസ ജനത എന്ന് വിളിക്കും. അങ്ങനെ ഒരു വലിയ ആവാസ ജനത ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ വലിയ ഒരു ഭാഗവും അവരാണ് എന്ന് വിശദീകരിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുണ്ട്. അതാണ് കഴിഞ്ഞ 75 വർഷത്തെ ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വികസനത്തിൽ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ചില കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കത് ഇതിനിടയിൽ പറയാം.
അങ്ങനെ പുറത്താക്കപ്പെട്ട ആളുകളെ പാരിസ്ഥിതിക അഭയാർത്ഥികൾ എന്ന് വിളിക്കും. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമാകട്ടെ ഇന്ത്യയിൽ എവിടെയുമുള്ള വിഭവങ്ങളെ എടുത്തുപയോഗിച്ച് തങ്ങൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാനും തങ്ങൾക്ക് കൂടുതൽ ജീവിത സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാനും പരിശ്രമിക്കുന്ന ആളുകളാണ്. അങ്ങനെ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ എടുത്ത് തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഈ വിഭാഗത്തെ ബഹുഭോജികൾ, കിട്ടുന്ന എന്തും ഉപയോഗിക്കുന്നവർ, കിട്ടുന്ന എന്തും തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ എന്ന് ഈ ഗാഡ്ഗിലും ഗുഹയും ചേർന്നിട്ട് വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ 3 തരം ആളുകൾ ഉണ്ട് ഇന്ത്യയിൽ. ഈ 3 തരം ആളുകളിൽ ആദ്യം പറഞ്ഞ ആവാസ വ്യവസ്ഥയിലെ പാരിസ്ഥിതിക ജനതയിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അണക്കെട്ടുകളിലൂടെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയും വിഭവങ്ങളും ഖനികൾ ഉണ്ടാക്കുന്നതിലൂടെ ഒക്കെ ആണ് ബഹുഭോജികളായ ആളുകൾ ഉപയോഗിക്കുന്നത്. പാരിസ്ഥിതിക ജനതയെ ബഹുഭോജികൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പാരിസ്ഥിതിക അഭയാർത്ഥികൾ രൂപം കൊള്ളുന്നത്. ആ രൂപം കൊള്ളുന്നതിനെക്കുറിച്ചുള്ള വിശകലനം ഒരുപക്ഷെ ഇന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതൊരു വലിയ തമാശ പോലെ തോന്നും. ആ മാറ്റത്തെ വിശദീകരിക്കാൻ വേണ്ടി ഈ ഗ്രന്ഥകർത്താക്കൾ എഴുതുന്ന ആ വാക്യം ഇന്ന് വായിച്ചാൽ അല്പം അതിശയോക്തി ഇല്ലേ എന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഒരു തമാശയാണ് എന്ന് തോന്നുകയോ ചെയ്യും. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യ എങ്ങനെയാണ് വികസിച്ചു വന്നത് എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി ഒരു വിശകലനമുണ്ട്. ആ വിശകലനം ഇങ്ങനെയാണ്: പരമ്പരാഗത രീതിയിൽ നിലനിന്നു പോന്ന കൈവേലക്കാർക്കും വിവിധ സേവനങ്ങൾ ചെയ്തു പോന്ന ആളുകളുടെയും അടിത്തറ തകർക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടിത്തറ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വലിയ എതിർപ്പൊന്നും തോന്നില്ല. അതൊരു പൊതുവായ വാക്യം മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് അവർ പറയുന്നത്: ബോംബെയിൽ വലിയ തുണിമില്ലുകൾ ഉണ്ടാക്കി നെയ്ത്തുകാരുടെയും പാലങ്ങൾ ഉണ്ടാക്കി കടത്തുകാരുടെയും റെയിൽവേയും റോഡുകളും ഉണ്ടാക്കി നാടോടി കച്ചവടക്കാരുടെയും ജീവിതം വഴിമുട്ടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യയായി തീർന്നത് എന്നാണ്. ഈ വാക്യം ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ പറയാമോ എന്ന് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് മോശമല്ലേ എന്ന് തോന്നും. കടത്തുകാരൻ്റെ ജീവിതം വഴിമുട്ടുമല്ലോ എന്ന് ഓർത്ത് പാലങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ, വഴിയോര കച്ചവടക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് റെയിൽവേ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പാടില്ലല്ലോ എന്ന് ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പാദത്തിൻ്റെ അവസാനം ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ അവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഒരു പ്രദേശത്തിൻ്റെ പരിസ്ഥിതിയെ ആശ്രയിച്ച്, അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന അവരുടെ ജീവിതമാർഗം മുട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുഭോജികൾ തങ്ങളുടെ ജീവിതം സുഖകരമാക്കുന്നത് എന്നാണ്. ഇത് ഒരു പഴയകാല കഥയല്ല. ഇത് കഴിഞ്ഞ 75 വർഷമായി തുടർന്നു പോരുന്ന കഥയാണ്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നമ്മൾ നഗരവാസികൾ, ബഹുഭോജികൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് വേറെ ഒരുപാട് ആളുകളുടെ അന്നം മുട്ടിച്ചുകൊണ്ടാണ് എന്നാണ്. ആരുടെ ചെലവിലാണ് ഒരു സമൂഹം വികസിക്കുന്നത്, ഒരു രാജ്യം വികസിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ആരുടെ ചെലവിലാണ് എന്നതും ആർക്ക് അനുകൂലമാണ്, ആരാണ് ഗുണഭോക്താക്കൾ എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, ഒരു വലിയ വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗം മുടക്കിക്കൊണ്ട്, ഒരു വലിയ വിഭാഗം ആളുകളുടെ ഭാവി ജീവിതത്തെ അനാഥമായി വിട്ടുകളഞ്ഞുകൊണ്ട്, ഒരു വലിയ വിഭാഗം ആളുകളുടെ പിന്തുടർച്ചക്കാരെ ആകമാനം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇന്ത്യയിൽ ബഹുഭോജികളായിട്ടുള്ള വേറെ ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ സമ്പത്ത് തടിച്ച് കൊഴുക്കാൻ ഉള്ള പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഫലമായി പാരിസ്ഥിതിക ജനതയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പാരിസ്ഥിതിക അഭയാർത്ഥികളായി മാറുകയും ചെയ്യുന്നു. ഇത് ഒരു പഴയ കഥയല്ലേ എന്ന് തോന്നാം. ഇന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ സംഭവിക്കുന്നത് എന്ന് തോന്നാം. ഇന്ന് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പ് ഇത്തരം വലിയ വ്യവസായങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവയ്ക്ക് വളരാൻ വേണ്ടി ഒരുപക്ഷെ പാരിസ്ഥിതിക ജനതയുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞേക്കാം. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് പാരിസ്ഥിതിക ജനതയുടെ തകർന്നു പോയ ജീവിതത്തെ നിശ്ശേഷമില്ലാതാക്കും എന്ന നിർബന്ധ ബുദ്ധി കൂടി ഈ ബഹുഭോജികൾ കാണിക്കുന്നുണ്ട് എന്നർത്ഥം. ഉദാഹരണമായി, ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിയുടെ 75-ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി
ആസാദി കി അമൃത മഹോത്സവം കേന്ദ്ര ഗവൺമെൻറ് സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ പ്രമുഖനായ പത്രപ്രവർത്തകൻ പി സായിനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഇന്ത്യയിലെ കൈത്തറി നെയ്ത്ത് തൊഴിലാളികളുടെ ജീവിതം തകർക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ്. ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗൂഢാലോചന എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാമോ? അതൊക്കെ ശരിയല്ലല്ലോ, അങ്ങനെ ഗൂഢാലോചന സിദ്ധാന്തം ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഇന്ത്യയിലെ കൈകൊണ്ട് തുണി നെയ്തെടുക്കുന്ന ഖാദി തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നത്തിന് വളരെ വലിയ തോതിൽ ഒരേ സമയം ഓർഡർ കിട്ടുന്നത്, ആ ഉൽപ്പന്നം വിറ്റുപോകുന്നത് ഓഗസ്റ്റ് 15-നും ഒക്ടോബർ 2-നുമാണ് ഇന്ത്യയിലെമ്പാടും. അതാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. പക്ഷേ ആസാദി കി അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്താൻ വേണ്ടി നിലവിലുണ്ടായിരുന്ന നിയമം മാറ്റിയിട്ട് പോളിയസ്റ്റർ തുണി കൊണ്ട് ദേശീയ പതാക നിർമ്മിക്കാം എന്ന് പറയുന്നത് ഈ ഖാദി തൊഴിലാളികളുടെ അവശേഷിക്കുന്ന പ്രതീക്ഷകളെ കൂടി തകർക്കുകയാണ്. അങ്ങനെ അവശേഷിക്കുന്ന പരിസ്ഥിതി ജനതയുടെ പ്രതീക്ഷകളെ കൂടി തകർത്തുകൊണ്ടാണ് ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നുള്ളത് നരേന്ദ്രമോദിയുടെ കുറ്റമായിരിക്കാൻ സാധ്യതയില്ല. അത് ഈ പാരിസ്ഥിതിക ജനതയും ബഹുഭോജികളും തമ്മിലുള്ള ഒടുങ്ങാത്ത സംഘർഷത്തിൻ്റെ ഫലമാണ്. ആ സംഘർഷത്തിൽ ബഹുഭോജികളുടെ ഭാഗത്താണ് ഭരണകൂടം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ബഹുഭോജികൾക്ക് വേണ്ടി എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ചു കൊടുക്കാൻ, എടുത്തുപയോഗിക്കാൻ പറ്റത്തക്കവണ്ണം നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ആ നിയമങ്ങളെ അതിനനുസരിച്ച് മാറ്റി തീർക്കുകയും അവർക്ക് അനുകൂലമായി നിയമം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 75 കൊല്ലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, അത് ഒരു പഴങ്കഥയല്ല, ഒരു പഴയ കാലത്തുള്ള സംഭവമല്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവശേഷിക്കുന്ന പരിസ്ഥിതി ജനതയെ കൂടി നശിപ്പിക്കാനുള്ള ധാരാളം തീരുമാനങ്ങൾ, നയപരിപാടികൾ നമ്മൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ പിന്നാലെ വരുമ്പോൾ അതിൻ്റെ മറ്റ് ഉദാഹരണങ്ങൾ കൂടി പറയാം. നമുക്ക് ആ ഉദാഹരണങ്ങളെ പറയാനുള്ളൂ, അതേ ഉള്ളൂ ഇന്ത്യയുടെ പരിസ്ഥിതി ചരിത്രത്തിൽ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പരിസ്ഥിതി ഒരു സമ്പദ്ഘടനയാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ കിട്ടും. ഈയിടെ പരിസ്ഥിതിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും വായിച്ചപ്പോൾ അതിൽ കണ്ട ഒരു വാക്യം ഇങ്ങനെയാണ്: അനിയന്ത്രിതവും ക്രമാതീതവുമായ വളർച്ചയെ ശരീരശാസ്ത്രത്തിൽ അർബുദം എന്ന് വിളിക്കും, സാമ്പത്തിക ശാസ്ത്രത്തിൽ അതിനെ വികസനം എന്ന് വിളിക്കും. ഇങ്ങനെയാണ് ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പരിസ്ഥിതിയുടെ സമ്പദ്ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് കെ സഹദേവൻ മാഷും മറ്റ് 2 പേരും കൂടി ചേർന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകവും മലയാളത്തിൽ ലഭ്യമാണ്. അത് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഈ സഹദേവൻ മാഷ് എഴുത്തുകാരും സഹഗ്രന്ഥകാരും മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി പുറകോട്ട് പോയിട്ടുള്ള പഴയ ചില പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: എങ്ങനെയാണ് ലോകത്തെമ്പാടുമുള്ള സാംസ്കാരിക നാഗരികതകൾ നശിച്ചു പോയത് എന്നാണ്. സിന്ധു നദീതട സംസ്കാരം ഇപ്പോൾ ഇല്ലല്ലോ, ഈജിപ്ഷ്യൻ സംസ്കാരം ഇപ്പോൾ ഇല്ലല്ലോ, മെസൊപ്പൊട്ടോമിയയുടെ തീരത്തുള്ള സംസ്കാരം ഇപ്പോൾ ഇല്ലല്ലോ. എങ്ങനെയാണ് ഈ സംസ്കാരങ്ങളൊക്കെ നശിച്ചു പോയത്? ഈ സംസ്കാരങ്ങളുടെ മേൽ ആരെങ്കിലും ആക്രമണം അഴിച്ചുവിട്ടിട്ടാണോ? ഈ സംസ്കാരങ്ങൾ മറ്റേതെങ്കിലും ശക്തികളുടെ സൈനിക നടപടികളുടെ ഭാഗമായിട്ടാണോ എന്ന ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ സംസ്കാരങ്ങളൊക്കെ നിലനിന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു മേൽമണ്ണ് അവിടെ ഉണ്ടായിരുന്നു, ഈ നാഗരികത ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 2, ആ മേൽമണ്ണ് വലിയ തോതിൽ ഒലിച്ചു പോകാത്ത ഒരു ഭൂപ്രകൃതി ഉണ്ടായിരുന്നു. 3, ആ മേൽമണ്ണിലേക്ക് ആവശ്യമായ തോതിൽ വെള്ളമെത്തിക്കാനുള്ള ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് 3ഉമാണ് ലോകത്തുള്ള എല്ലാ നാഗരികതകളും നിലനിൽക്കാനുള്ള കാരണം. എന്നിട്ട് അവർ ചോദിക്കുന്നു, എങ്ങനെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഇല്ലാതായത്? ഈജിപ്ഷ്യൻ സംസ്കാരം ഇല്ലാതായതിൻ്റെ ഒന്നാമത്തെ കാരണം നൈൽ നദിയിലുണ്ടായ വിവിധങ്ങളായ അണക്കെട്ടുകളാണ്. നൈൽ നദിയിലുണ്ടാകുന്ന വലിയ വെള്ളപ്പൊക്കങ്ങളും ആ വെള്ളപ്പൊക്കങ്ങൾ എങ്ങനെയാണ് വലിയ തോതിൽ എക്കൽ മണ്ണ് ഒഴുക്കിക്കൊണ്ടുവരുന്നതെന്നും ആ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് എങ്ങനെയാണ് ഈജിപ്തിൻ്റെ കൃഷിയിടങ്ങളെ മാറ്റി തീർക്കുന്നത് എന്നും നമുക്കറിയാം. നൈൽ നദി അങ്ങനെ ഈജിപ്ത് ഒരു മഴനിഴൽ പ്രദേശമാണ്, കാര്യമായി മഴ പെയ്യാത്ത സ്ഥലമാണ്. പക്ഷേ അപ്രതീക്ഷിതമായി നൈൽ നദിയിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം അവിടുത്തെ കൃഷിഭൂമിയെ മുഴുവൻ മാറ്റി തീർക്കുകയും വെള്ളപ്പൊക്കത്തിന് ശേഷം കൃഷിഭൂമിയെ പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ടി വരും.
അത് ഒരു വലിയ വൈജ്ഞാനിക സംഭാവന ലോകത്തിന് തരുന്നുണ്ട്. അങ്ങനെയാണ് ഭൂമി അളന്നു തിരിക്കാനുള്ള വിദ്യ രൂപപ്പെടുന്നത്. അങ്ങനെയാണ് കലണ്ടർ ഉണ്ടാകുന്നത്. എന്നാണ് ഇനി അടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, ഏത് നക്ഷത്രം ഉദിക്കുമ്പോഴാണ് അടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണല്ലോ ഒരു തവണ ഈ വെള്ളപ്പൊക്കം ഉണ്ടായാൽ അടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് എത്ര ദിവസമുണ്ട് എന്ന് എണ്ണുകയും, ഒരു തവണ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഏത് നക്ഷത്രമാണ് സൂര്യൻ്റെ ഒപ്പം ഉദിച്ചത് എന്ന് രേഖപ്പെടുത്തി വെക്കുകയും, അടുത്ത തവണ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതേ നക്ഷത്രം തന്നെ ആകാശത്ത് സൂര്യനൊപ്പം ഉദിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും, അങ്ങനെ 365 ദിവസങ്ങൾ എന്നുള്ള ഒരു വർഷമുണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രപഞ്ച വിജ്ഞാനവും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ വിജ്ഞാനം നമ്മുടെ മനുഷ്യ സമൂഹത്തിന് തരുന്നത് ഈജിപ്തിലെ ഈ കാർഷിക വ്യവസ്ഥയാണ്. എന്നാൽ ഈ നൈൽ നദിയിൽ അണക്കെട്ടുകൾ ഉണ്ടാവുകയും നൈൽ നദിയിൽ വെള്ളപ്പൊക്കങ്ങൾ ഇല്ലാതാവുകയും അത് വലിയ തോതിൽ എക്കൽ ഒഴുക്കിക്കൊണ്ട് വരാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നു. അങ്ങനെ ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സിന്ധു നദീതട നാഗരികതയുടെയും അടിത്തറ തകരുന്നത് അവിടുത്തെ ഇങ്ങനെ കൃഷിയോഗ്യമായ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോവുകയും അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാതാവുകയും ചെയ്യുമ്പോഴാണ്. മനുഷ്യന് ജീവിക്കാൻ പറ്റാതായാൽ മാത്രം പോരാ, മിച്ച മൂല്യം എന്ന് മാർക്സ് വേറൊരു കാര്യത്തെ വിശദീകരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരു മിച്ച ഉൽപ്പാദനം ഈ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിച്ച ഉൽപ്പാദനമുള്ള സമൂഹത്തിലേ ഉള്ളൂ കെട്ടിട നിർമ്മാണം വികസിക്കുകയുള്ളൂ, കലകൾ വികസിക്കുകയുള്ളൂ, സാംസ്കാരിക പ്രവർത്തനം വികസിക്കുകയുള്ളൂ. കാരണം എല്ലാവർക്കും അവരവരുടെ ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള കലാ, സാംസ്കാരിക, നാഗരിക, വാസ്തുവിദ്യ, ശില്പവിദ്യ ഒന്നും ഉണ്ടാവുക സാധ്യമല്ല. അങ്ങനെ സാധ്യമാകണമെങ്കിൽ ജീവിക്കാനുള്ള ഉപജീവനത്തിനുള്ള അധ്വാനത്തിൽ നിന്ന് മോചിതരായ ഒരു സമൂഹം ഉണ്ടാകണം. അഥവാ ആ സമൂഹത്തിൽ ഒരു മിച്ച ഉൽപ്പാദനം ഉണ്ടാകണം, ഒരു മിച്ച ഊർജം ഉണ്ടാവണം. ആ മിച്ച ഊർജം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് അതത് നാഗരികതകളിലെ പരിസ്ഥിതിയാണ്, അവിടുത്തെ മണ്ണാണ്, അവിടുത്തെ വെള്ളമാണ്. അതുകൊണ്ട് അവിടുത്തെ മണ്ണും അവിടുത്തെ വെള്ളവും തകർന്നു പോയി കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിലേക്ക് അവിടുത്തെ വെള്ളം എത്തിച്ചുകൊണ്ടുള്ള ഉൽപ്പാദന പ്രവർത്തനം തകരുമ്പോൾ ആ നാഗരികതകളൊക്കെ നശിക്കും. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ സമൂഹവും നിലനിൽക്കുന്നത് അവിടെയുള്ള അടിസ്ഥാന പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ്. ആ അടിസ്ഥാന പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ അവിടെ നിന്ന് പുറത്താക്കുകയും അങ്ങനെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായി അവർ അഭയാർത്ഥികളായി തീരുകയും ചെയ്താൽ ആ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഇന്ത്യ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി അതാണ്. ഇന്ത്യ അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് വിദേശ പണം കൊണ്ട് മറികടക്കാനാവില്ല, വിദേശത്ത് നിന്ന് കടം വാങ്ങി മറികടക്കാനാവില്ല. നമ്മൾ കേരളത്തെ സംബന്ധിച്ച് അത് ഉൽപ്പാദനാധിഷ്ഠിത വികസനം എന്ന് പറയും. കേരളത്തെ സംബന്ധിച്ച് പറയാൻ അത് വളരെ എളുപ്പമാണ്. ഒരു ചെറിയ ഭൂപ്രദേശമാണ്, ഒരു ചെറിയ ജനസമൂഹമാണ്. പക്ഷേ ഇന്ത്യ മൊത്തം അങ്ങനെ വിലയിരുത്തുമ്പോൾ അത് സങ്കീർണമായ ഒരു ദൃശ്യമായി തീരും. ആ സങ്കീർണതയെ വിശദീകരിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. 1947 ശേഷം ഇന്ത്യയിൽ വിഭവങ്ങളെ ചൊല്ലിയുള്ള തർക്കം വലിയ രൂക്ഷമായി തീരുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളെ ചൊല്ലിയുള്ള തർക്കം വളരെ രൂക്ഷമായി തീരുന്നുണ്ട്. വിശേഷിച്ചും 1962 ഇന്ത്യ ചൈന യുദ്ധമുണ്ടാകുമ്പോൾ കൂടുതൽ ഗതാഗത സൗകര്യം വേണം, കൂടുതൽ വാർത്താവിനിമയ സൗകര്യം വേണം. അതിനുവേണ്ടി ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയുടെ കാടുകളിലേക്കാണ് തങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവെച്ചത്. കാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ പരമാവധി എടുക്കുക, കാടിൻ്റെ ഭൂമിയെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ തടിക്കും വനവിഭവങ്ങൾക്കും വേണ്ടി ഹിമാലയത്തിലെ സൂചിയില കാടുകൾ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്ന ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനസമൂഹത്തിൽ വലിയ സംഘർഷത്തിന് കാരണമാകുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് ഗാന്ധിയന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുകയും അവർ തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി വനവിഭവങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിലേക്കാണ്, ആ കാട്ടിലേക്കാണ് ഭരണകൂടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വലിയ റോഡ് നിർമ്മാണത്തിന് വേണ്ടി, യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടം വനവിഭവങ്ങൾക്ക് വേണ്ടി കയ്യേറുന്നത്. അങ്ങനെ കയ്യേറുന്നതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ഏറ്റുമുട്ടലുണ്ടാവുന്നു. ഭരണകൂടം വരിക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നേരിട്ട് വരികയല്ല.
ഗവൺമെൻറ് നേരിട്ട് വരികയല്ല, പകരം ഗവൺമെൻറ് നിയോഗിക്കുന്ന വലിയ കുത്തക കമ്പനികളാണ് വരുന്നത്. അങ്ങനെ ഒന്നുള്ളത് അളകനന്ദയുടെ താഴ്വരയിൽ സൈമൺസ് എന്നു പേരുള്ള ഒരു സ്പോർട്സ് നിർമ്മാണ ഫാക്ടറിക്ക് അവിടെ നിന്ന് കാട്ടിൽ നിന്ന് മരം വെട്ടാനുള്ള അനുമതി കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. അതേസമയം അവിടെ തന്നെയുള്ള കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പ്രാദേശിക പാരിസ്ഥിതിക ജനതയുടെ സഹകരണ സംഘത്തിന് അവിടെ നിന്ന് കാട് വെട്ടാനുള്ള അനുമതി തടയുകയും ചെയ്യുന്നു. രണ്ടും കൂടി പറ്റില്ല. അതുകൊണ്ട് ഈ കാട് നിങ്ങൾ ഇത്രയും കാലം ഇത് ഉപയോഗിച്ച് ജീവിച്ചിരുന്നവരാകാം. ഇവിടുന്ന് തേനെടുത്തോ, ഇവിടുന്ന് വനവിഭവങ്ങൾ ശേഖരിച്ചോ, അല്ലെങ്കിൽ ഇവിടെ കുടില് കെട്ടി താമസിച്ചോ ഒക്കെ കാട് ഉപയോഗിച്ചു കൊണ്ടിരുന്നവരാകാം. പക്ഷെ ഒരു രാജ്യം പുരോഗമിക്കുന്നത് അങ്ങനെയല്ല. രാജ്യം പുരോഗമിക്കുന്നത് വലിയ വ്യവസായങ്ങൾ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സൈമൺസിന് ഈ പ്രദേശത്ത് നിന്ന് മരം വെട്ടാനുള്ള അനുവാദം കൊടുക്കുന്നു. അവിടെയുള്ള പ്രാദേശികമായ കർഷക സമൂഹം അതിനെ എതിർക്കുന്നു. അതിനെതിരെ സമരരംഗത്ത് വരുന്നു. അവർക്ക് ചെയ്യാവുന്ന സമരം ഈ സൈമൺസ് കമ്പനി ഈ കാട്ടിൽ നിന്ന് ഒരു തടിയും വെട്ടിക്കൊണ്ടു പോവില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതാണ് അവരുടെ പ്രക്ഷോഭ മാർഗം. അങ്ങനെ ഉറപ്പുവരുത്താൻ അവർക്ക് ഒരു മാർഗമേ ഉള്ളൂ. ഈ കമ്പനിയുടെ ആളുകൾ മരം വെട്ടാൻ വരുമ്പോൾ മരത്തെ കെട്ടിപ്പിടിച്ചു നിന്ന് ഞങ്ങളെ വെട്ടിയിട്ടേ മരം വെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതതിൻ്റെ അർത്ഥം ചിപ്കോ പ്രസ്ഥാനം ഒരു പരിസ്ഥിതി സമരമായിരുന്നില്ല, ചിപ്കോ പ്രസ്ഥാനം ഒരു കർഷക സമരമായിരുന്നു എന്നാണ്. കർഷക സമരം ഇന്ത്യയുടെ 75-ാം വർഷത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതായത് പരിസ്ഥിതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനസമൂഹത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ നടത്തുന്ന ശ്രമവും ആ ശ്രമത്തിനെതിരെ കർഷകർ നടത്തുന്ന ചെറുത്തുനിൽപ്പും പല രൂപങ്ങൾ. നമ്മളതിനെ പരിസ്ഥിതി സമരം എന്ന് വിളിച്ച് ഒരു ചെറിയ ലേബലൊട്ടിച്ച് ഒരു പാഠപുസ്തക വിഭവമാക്കി മാറ്റി നിർത്തുമ്പോൾ അതുണ്ടാക്കുന്ന അത് ജനജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള, അത് ചരിത്രത്തിലുണ്ടാക്കിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ അംശത്തെ നമ്മൾ മറന്നു കളയുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ അംശത്തെ നമ്മൾ മറന്നു കളയുന്നത് ആ പ്രക്ഷോഭകാരികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് മുഖാമുഖം നിന്നുകൊണ്ട് അതിനെ നേരിടാൻ, അതിനെ പരിശോധിക്കാൻ, അതിനെ അപഗ്രഥിക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് നട്ടെല്ലില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം അങ്ങനെ പരിശോധിച്ചാൽ ഈ ഭരണകൂടം എടുക്കുന്ന ആ ഭരണകൂടത്തിൻ്റെ കപടത, ആ ഭരണകൂടം ആരുടെ പക്ഷത്താണ് എന്നത് കുറച്ചുകൂടി പുറത്താക്കപ്പെടും. അതുകൊണ്ട് ഭരണകൂടം അതിനെ ഒരു പരിസ്ഥിതി സമരമായി വ്യാഖ്യാനിക്കുകയും പരിസ്ഥിതി സമരമായി ഒരു പാഠപുസ്തക ലേഖനമാക്കി ഒരു ക്വിസ് മത്സരത്തിലെ ചോദ്യമാക്കി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകൻ ആരാണ്, സുന്ദർലാൽ ബഹുഗുണ എന്ന ഒരു മാർക്ക് കിട്ടാവുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാക്കി പരിവർത്തിപ്പിക്കുകയും അങ്ങനെ അതിനെ പരിധി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 1983 ആയപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കാട് വെട്ടാനുള്ള വലിയ പദ്ധതികളുണ്ടായി. കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ജീവിതം ക്രമീകരിക്കപ്പെട്ടു വന്നത് എന്ന് നമുക്കറിയാം. സൈലൻ്റ് വാലി അത്തരത്തിലുള്ള ഒരു രംഗമായിരുന്നു. കോഴിക്കോട്ടെ ജീരകപ്പാവ അത്തരത്തിലുള്ള ഒരു രംഗമായിരുന്നു. മലപ്പുറത്തെ മുണ്ടേരി അത്തരത്തിലുള്ള ഒന്നായിരുന്നു. കോട്ടയം ജില്ലയിലെ മുക്കംപെട്ടി അങ്ങനെയുള്ള ഒരു സംഗതിയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ കാട് ആർക്കെങ്കിലും പതിച്ചു കൊടുക്കുക, ഏതെങ്കിലും രാജകുടുംബത്തിന്, അല്ലെങ്കിൽ ഏതെങ്കിലും അവശ ജന്മിമാർക്ക്. അങ്ങനെ ഒരു പ്രയോഗം ഒരുപക്ഷെ വനം വകുപ്പ് മാത്രം നടത്തിയിട്ടുണ്ടാവുള്ളൂ. അവസരായ ജന്മിമാരുണ്ട്, പല കാരണങ്ങളുണ്ട്. നിക്ഷിപ്ത വനമൊക്കെ സർക്കാരിലേക്ക് എടുത്തു മാറ്റിയപ്പോൾ തങ്ങളുടെ വലിയ ഭൂസ്വത്ത് നഷ്ടപ്പെട്ട അവശ ജന്മിമാർക്ക് കാട് പതിച്ചു കൊടുക്കുക എന്ന ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ കാട് പതിച്ചു കൊടുക്കാൻ. അതിനൊക്കെ എതിരായി നടന്നിട്ടുള്ള സമരങ്ങളുണ്ട്. കേരളത്തിലെ സമരങ്ങളൊക്കെ നമ്മളുടെ ചരിത്രത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മയുണ്ടാവും. അഖിലേന്ത്യാ തലത്തിൽ ഇത്തരം സമരങ്ങൾ വലിയ രൂപത്തിൽ നടന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ കാട് വെട്ടുക എന്നുള്ളത് മാത്രമല്ല, ഈ കാട്ടിലില്ലാത്ത പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും ഭരണകൂടത്തിൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ കാടുകളിൽ യൂക്കാലിപ്സ് വരുന്നത്. കേരളത്തിൻ്റെ തീരങ്ങളിൽ, കേരളത്തിൻ്റെ മലഞ്ചെരുവുകളിൽ യൂക്കാലിപ്സ് വരുന്നത് അങ്ങനെയാണ്.
അങ്ങനെ യൂക്കാലിപ്സ് വരികയും അവയൊക്കെ പൾപ്പ് വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ തങ്ങൾ ജീവിക്കാൻ ഉപയോഗിച്ചിരുന്ന തങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന വനഭൂമി മറ്റൊരു വിഭാഗത്തിൻ്റെ മറ്റൊരു വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിക്കാനുള്ള ഇടമായി മാറ്റപ്പെടുന്നു. ഇതാണ് വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യം ഇന്ത്യയിലെ എല്ലാ കാടുകളിലും നടന്നിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും. നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. ഇനി കാടുകളിൽ മാത്രമല്ല, ഈ 47-ലെയും 2002-ലെയും ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യം ചെയ്താൽ കാട് മാത്രമായിട്ടില്ല അല്ല പോയിട്ടുള്ളത്, പുൽമേടുകൾ പോയിട്ടുണ്ട്. പുൽമേടുകളും ഇത്തരത്തിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കാട് പോകുമ്പോൾ അവിടെ കർഷകരോ ആദിമ ജനവിഭാഗമോ ആണ് പ്രക്ഷോഭത്തിന് വരുന്നതെങ്കിൽ പുൽമേടുകൾ പോകുമ്പോൾ അവിടെ കാലി വളർത്തൽ ആളുകളാണ് പ്രക്ഷോഭത്തിലേക്ക് വരിക. അങ്ങനെ കാലി വളർത്തൽ ആളുകളും കാടിൻ്റെ ഉടമസ്ഥരും തമ്മിൽ നടന്നിട്ടുള്ള അനേകം സമരങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. അത്തരമൊരു തർക്കത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കേരളത്തിൽ കൊളോണിയൽ ഗവൺമെൻറ് മലബാർ മേഖലയിൽ ആദ്യമായി ഒരു വനപാലകനെ നിയമിക്കുന്നത്. ഇന്ത്യയിൽ വനപാലകനെ ആദ്യമായി നിയമിക്കുന്നത് കേരളത്തിലാണ്. ആ വനപാലകനെ നിയമിക്കുന്നതിൻ്റെ ലക്ഷ്യം, അത് വിശദീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ്, അവിടെയുള്ള നാട്ടുകാർ കയറി ആ കാട്ടിൽ നിന്ന് വിഭവങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ വനം സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ആ നാട്ടിലുള്ള ആളുകൾ നിന്ന് കാടിനെ മാറ്റാൻ വേണ്ടി, ജനങ്ങളും കാടും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായി വനപാലകൻ ഉണ്ടാകുന്നത്. അതാണ് പിന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള വന നിയമങ്ങൾക്ക് കാരണമായി തീരുന്നതും. അതുകൊണ്ട് വനപാലകൻ എന്ന് പറഞ്ഞാൽ കാട് സംരക്ഷിക്കുന്നയാളല്ല, കാട് യഥാർത്ഥത്തിൽ ആരുടേതാണോ ആ ജനസമൂഹം കാട്ടിലേക്ക് കയറാതെ ഭരണകൂടത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് കാട് ഉപയോഗിക്കാൻ വേണ്ടി കാടിനെ സംരക്ഷിച്ച് നിർത്തുന്ന വിഭാഗം എന്നുള്ളതാണ് നമ്മുടെ വനം വകുപ്പിൻ്റെ ചുമതല. അങ്ങനെയാണ് ഇന്ത്യയിലെമ്പാടും വനപാലകരുണ്ടാകുന്നത് എന്നതാണ്. അപ്പോൾ ഇന്ത്യൻ പരിസ്ഥിതിയുടെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കാടും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ച ജനതയും തമ്മിൽ വേർപിരിയുകയും ആ വേർപിരിപ്പിക്കപ്പെട്ട കാടിനെ ഭരണകൂടത്തിൻ്റെ ചുമതലയിൽ കൊണ്ടുവരികയും ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവരികയും അത് ഭരണകൂടം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലിയ കമ്പനികൾക്ക് കൊടുക്കുകയും അവർ അവിടെ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന ഒന്നായി ഇന്ത്യയുടെ പരിസ്ഥിതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പല രൂപത്തിലുണ്ട് ഈ മാറ്റങ്ങൾ. അതേപോലെ തന്നെ ദേശീയ പാർക്കുകൾ ധാരാളമുണ്ട് നമ്മുടെ കാട്ടിൽ. ഒരു പ്രദേശത്തെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ സംരക്ഷണമാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. സത്യത്തിൽ ഈ ദേശീയ പാർക്കുകൾ ആ പ്രദേശത്തുള്ള പാരിസ്ഥിതിക ജനവിഭാഗങ്ങളും അവിടുത്തെ വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് വഴി തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ കൃഷിഭൂമിയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് കടുവ വരുന്നത് നിരന്തരം നമ്മൾ വാർത്തയായി കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന വർത്തമാനങ്ങൾ ആളുകളെയും അവർ വളർത്തുന്ന കന്നുകാലികളെയും പിടിച്ചുകൊണ്ട് പോകുന്ന വാർത്തകൾ ധാരാളമായി വരുന്നുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിൽ എവിടെയൊക്കെ ദേശീയ പാർക്കുകളുണ്ടോ, എവിടെയൊക്കെ സംരക്ഷിത വനപ്രദേശമുണ്ടോ അവിടെ നിന്നൊക്കെ വന്യജീവികൾ വരുന്നുണ്ട്. ഏറ്റവും വലിയ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുള്ളത് സുന്ദർബൻസിലാണ്. സുന്ദർബൻസ് നമ്മുടെ എല്ലാം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ തിളങ്ങുന്ന അധ്യായമായിട്ട് പറയുന്ന ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കടുവ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 975 മുതലുള്ള 15 വർഷക്കാലം കൊണ്ട് 2500 ആളുകളെയെങ്കിലും കടുവ ആക്രമിച്ച് കൊന്നിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇന്നത്തെ കണക്കെടുത്താൽ അത് കുറെ കൂടി തീക്ഷ്ണമായിരിക്കും, കുറെ കൂടി വലുതായിരിക്കും. അങ്ങനെ വിവിധ രൂപത്തിൽ വനസംരക്ഷണത്തിൻ്റെ പേരിൽ, ദേശീയ ഉദ്യാനത്തിൻ്റെ പേരിൽ ഒക്കെ വനഭൂമിയെ, കാടിനെ, പുൽമേടിനെ, കുന്നിനെ, പർവ്വതങ്ങളെ ഒക്കെ അവിടെ ജീവിക്കുന്ന ജനങ്ങളിൽ നിന്ന് വേർപെടുത്തിയിട്ട് അത് മറ്റാരുടേതോ ആണ് എന്ന് മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ഇന്ത്യയുടെ ഭരണവ്യവസ്ഥ, ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള പരിസ്ഥിതി തർക്കങ്ങളും പരിസ്ഥിതിവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് ഈ കാട്ടിൽ വരുന്ന മാറ്റം മാത്രം വെച്ചിട്ട് ഇന്ത്യയുടെ പരിസ്ഥിതി പറയാൻ പറ്റില്ല. കാരണം കാട് മാത്രമല്ല നമ്മുടെ ഭൂരൂപം. കടലും കടൽ തീരവുമുണ്ട്, നദികളുണ്ട്, ജലാശയങ്ങളുണ്ട്, കുന്നുകളുണ്ട്, സമതല പ്രദേശങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, ഇവയെല്ലാം ഉണ്ട്. ഇത് ഓരോന്നും എടുത്ത ഈ രൂപത്തിൽ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ കൂടി പറഞ്ഞിട്ട്, സമയം കഴിഞ്ഞു അല്ലേ,
ഞാൻ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ കൂടി പറഞ്ഞിട്ട് മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഇതെല്ലാം നമുക്ക് ഒറ്റ പ്രഭാഷണത്തിൽ പറയാൻ കഴിയില്ല. ഇങ്ങനെ ഇന്ത്യയുടെ പരിസ്ഥിതിയെ, കാട് മുതൽ കടൽ വരെയുള്ള പരിസ്ഥിതിയെ തകർത്തുകൊണ്ട് നമ്മൾ വികസിച്ചു പോകുമ്പോൾ ഒരു വികസ്വര രാജ്യമെന്ന നിലയിൽ ഇന്ത്യ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രകൃതിയോട് നാം ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റൂ. എന്താണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ? ഇന്നത്തെ അവസ്ഥ, കാലാവസ്ഥാ മാറ്റം സൃഷ്ടിക്കുന്ന അപകടങ്ങളിൽ ഏറ്റവും അപകടകരമായ 5 രാജ്യങ്ങൾ എടുത്താൽ അതിൽ 5ാമത്തേത് ഇന്ത്യയാണ്. ആകെ 180 രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്യാമല്ലോ. 161 രാജ്യങ്ങളാണ് മിക്കവാറും നമ്മുടെ പഠനങ്ങളിലൊക്കെ വരിക. അങ്ങനെ എടുത്താൽ കാലാവസ്ഥാ അപകടമുണ്ടാക്കുന്ന 5ാമത്തെ രാജ്യം ആയിട്ടാണ് ഇന്ത്യ വന്നു നിൽക്കുന്നത്. നിതി ആയോഗിൻ്റെ 2021 കണക്കിൽ, റിപ്പോർട്ടിൽ 60 കോടി ജനങ്ങളെങ്കിലും, 130 കോടിയാണ് ആകെയുള്ളത്, അതിൻ്റെ പകുതിയാണ്, 60 കോടി ജനങ്ങളെങ്കിലും കുടിവെള്ളക്ഷാമം കൊണ്ട് വലയുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ. അതേസമയം MITയുടെ കണക്ക്, ആഗോള താപനം, അന്തരീക്ഷ താപം 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടി ഉയർന്നാൽ, 2 ഡിഗ്രി സെൽഷ്യസ് കൂടി ഉയർന്നാൽ ഇന്ത്യയിലെ 89 വലിയ നഗരങ്ങളിൽ 78 എണ്ണവും വെള്ളപ്പൊക്ക ഭീഷണിയിലാവും, അല്ലെങ്കിൽ വെള്ളത്തിനടിയിലാവും എന്നാണ്. അത് 2 ഡിഗ്രി സെൽഷ്യസ് ഉയരുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ആ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ, ആ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ അത്ര ദൂരെയുള്ള ഒരു സംഗതിയല്ല, ഒരുപാട് അകലെയുള്ള ഒരു സംഗതിയല്ല എന്ന് മനസ്സിലാക്കണം. WHO ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണക്കിൽ 2030-നും 2050-നും ഇടയിൽ ഇന്ത്യയിൽ ഓരോ വർഷവും 25,000 മരണങ്ങൾ ആഗോളതാപനം മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. അത്രമാത്രം ഭീഷണമായ ഒരു അവസ്ഥയിൽ ഇന്ത്യ എത്തി നിൽക്കുന്നു. ലാൻസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണമുണ്ട്, അഖിലേന്ത്യ ആഗോളതലത്തിൽ പ്രസിദ്ധമായത്. അവർ പറയുന്നത് 2017-ൽ 12.4 ലക്ഷം മരണങ്ങൾ കാലാവസ്ഥാ മാറ്റം മൂലം കേരളത്തിലുണ്ടായി എന്നാണ്, ഇന്ത്യയിലുണ്ടായി എന്നാണ് 2017-ൽ. ഇത് ഇന്ത്യയിൽ ആകെ ഉണ്ടായ മരണത്തിൻ്റെ 12.5%. അപ്പോൾ കാലാവസ്ഥാ മാറ്റം, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം മനുഷ്യജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കണക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഏറ്റവും അവസാനം വന്ന മറ്റൊരു കണക്ക് യേൽ സർവകലാശാലയുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഇൻഡെക്സ് ആണ്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഇൻഡെക്സ് പറയുന്നത് വൃക്ഷാവരണം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ 97-ാം സ്ഥാനത്താണ് എന്നാണ്. അവരാകെ 180 രാജ്യങ്ങളെയാണ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ 97-ാം സ്ഥാനത്താണ്. പുൽമേടുകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 114-ാമത്തെ സ്ഥാനത്താണ്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിൽ ഇന്ത്യ 60-ാം സ്ഥാനത്താണ്. അമ്ലവൽക്കരണം, അന്തരീക്ഷത്തിലെ അമ്ലവൽക്കരണം, സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും നൈട്രസ് ഓക്സൈഡുകളുടെയും കാര്യത്തിൽ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ തീവ്രതയിൽ ഇന്ത്യ 35-ാം സ്ഥാനത്തും നൈട്രസ് ഓക്സൈഡുകളുടെ തീവ്രതയിൽ ഇന്ത്യ 117-ാം സ്ഥാനത്തുമാണ്. അതേസമയം എല്ലാവർക്കും സാനിറ്റേഷൻ, സുരക്ഷിത കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇന്ത്യ 138-ാം സ്ഥാനത്താണ്, ആകെ 180 രാജ്യമുള്ളതിൽ. ശുചിത്വമാണല്ലോ ഇപ്പോൾ നമ്മുടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഗതി. ശുചിത്വത്തിൻ്റെ മുദ്രാവാക്യങ്ങളാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ടോട്ടൽ സാനിറ്റേഷനിൽ അത് ശുദ്ധമായ അല്ലെങ്കിൽ അപകടരഹിതമായ സാനിറ്റേഷൻ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇന്ത്യ 138-ാം സ്ഥാനത്തും എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്നതിൽ 141-ാം സ്ഥാനത്തുമാണ് ഇന്ത്യ ഉള്ളത് എന്നാണ്. ഈ വൃക്ഷാവരണം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കണക്കുകളുണ്ട്, ഓരോ വർഷവും എത്രമാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് 2000 മുതൽ ഇങ്ങോട്ടുള്ള കണക്ക്, 2000 മുതൽ 2022 വരെയുള്ള കണക്കെടുത്താൽ പ്രതിവർഷം 50,000 മുതൽ 1,37,000 വരെ ഹെക്ടർ വൃക്ഷാവരണമാണ് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്ര വേഗത്തിൽ ഇന്ത്യയുടെ ഭൂമിയിലുള്ള പച്ചപ്പ് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉഷ്ണമേഖലാ വനങ്ങൾ 2001 മുതൽ 2020 വരെയുള്ള കണക്കിൽ ഓരോ വർഷവും 70,000 മുതൽ 2 ലക്ഷം വരെ ഹെക്ടർ ഉഷ്ണമേഖലാ വനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കാടിൻ്റെ മാത്രം കഥയാണ്, കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ സമുദ്രത്തിൻ്റെ കണക്കുകളുണ്ട്, അത് മുഴുവൻ പറയാൻ നമുക്ക് സമയം കിട്ടില്ല. എന്നാലും ഒറ്റ കാര്യം കൂടി പറയാം. ഇന്ത്യയിലാകെ 6907.18 കിലോമീറ്റർ തീരദേശമുണ്ട്, കടൽ തീരമുണ്ട് എന്ന് പറയുന്നു. അതിലെ 34%
ഇത് പാർലമെൻറ്റിൽ ഒരു MP-യുടെ ചോദ്യത്തിന് മറുപടിയായി പരിസ്ഥിതി മന്ത്രാലയം കൊടുത്ത മറുപടിയാണ്. 34% കടൽ തീരവും ഗുരുതരമായ മണ്ണൊലിപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതിൻ്റെ സംസ്ഥാനതല കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഓരോ സംസ്ഥാനത്തും എത്രയാണ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ശതമാന കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൻ്റെ 60% കടൽ തീരവും മണ്ണൊലിപ്പ് കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 46%, തമിഴ്നാട്ടിൽ 42%, ഗുജറാത്തിൽ 27% നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതുച്ചേരിയിൽ 56% പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യമുണ്ട്. അത് വെറുതെ കടൽ വന്ന് കടലെടുത്തു പോയിക്കൊണ്ടിരിക്കുകയല്ല. ഇന്ത്യയുടെ കടൽ തീരം മുഴുവനായി ഏതാണ്ട് പൂർണ്ണമായി ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ദേശീയമോ അന്തർദേശീയമോ ആയിട്ടുള്ള. ഇന്ത്യയിൽ അദാനി പോർട്ട് ആൻഡ് സെസ് അല്ലേ, എന്ത് എക്കണോമിക് സോണാണ്? സ്പെഷ്യൽ എക്കണോമിക് സോൺ. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡിന് മാത്രമായി 10 വലിയ തുറമുഖങ്ങളുണ്ട്, 6 സംസ്ഥാനങ്ങളിലായി. ആ 10 വലിയ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ കടൽ തീരത്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ് എന്നാണ്. വിഴിഞ്ഞത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ ആ ഒരു കോണിൽ നമ്മൾ നോക്കിക്കാണണം. ഇന്ത്യ മുഴുവനുമുള്ള കടൽ തീരം സ്വന്തമാക്കുകയാണ്. കടൽ തീരം മാത്രമല്ല, ഖനികളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്, അത് കാടിൻ്റെ കാര്യത്തിൽ. അങ്ങനെ തുറമുഖങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ വലിയ നിർമ്മാണങ്ങളുടെ രൂപത്തിൽ ഒക്കെ കടൽ തീരം സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ കടൽ തീരദേശം മണ്ണ് ഒലിച്ചു പോകുന്നതായി നമ്മളുടെ ഗവൺമെൻറ് സ്വയം അവകാശപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടായാൽ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെയാണ് മറികടക്കുക എന്ന ചോദ്യം പാർലമെൻറ്റിൽ വന്നപ്പോൾ ആ പാർലമെൻറ്റിന് കൊടുത്ത ഉത്തരം അത് നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കിയാൽ, ആ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ് നമുക്കതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ഇങ്ങനെ നോക്കിയാൽ പുൽമേടുകളുടെ നാശം, മേച്ചിൽ സ്ഥലങ്ങളുടെ നാശം, ജലാശയങ്ങളുടെ നാശം, ആ രൂപത്തിൽ ഇന്ത്യയുടെ പരിസ്ഥിതി ആകെ വിണ്ടുകീറിയിരിക്കുന്നു എന്ന ഒരു നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. വിണ്ടുകീറിയിരിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ പ്രയോഗമല്ല. മുമ്പേ ഞാൻ പറഞ്ഞ പരിസ്ഥിതിയും നീതിയും എന്ന പുസ്തകം എഴുതുന്നതിന് മുൻപ്, ഏതാണ്ട് 10 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രം എഴുതാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മുൻപേ പറഞ്ഞ ആളുകൾ തന്നെ, ഗാഡ്ഗിലും ഗുഹയും ചേർന്നിട്ട്. അവർ ആ പാരിസ്ഥിതിക ചരിത്രത്തിന് കൊടുത്ത പേര് വിണ്ടുകീറിയ ഭൂമി എന്നാണ്. അങ്ങനെ കഴിഞ്ഞ 75 വർഷക്കാലം പരിസ്ഥിതിയെ, കാടിനെ, മണ്ണിനെ, വെള്ളത്തെ വിണ്ടുകീറാൻ വിട്ടുകൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത് എന്ന് മാത്രം അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയാം എന്ന് മാത്രം പറയട്ടെ. നന്ദി.